ഹലോ, ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാവാണ്. ഇവിടെ നാഗപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാകും കേട്ടോ. നമ്മൾ രാവിലെ തന്നെ കാവിലെത്തിയിട്ടുണ്ട്. അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആ സമയത്ത്. ഇനി എന്താണ് നാഗപ്പാട്ടെന്ന് അറിയാത്തവർക്കായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് സർപ്പദേവതകളെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന, നമ്മൾ പണ്ട് കാലം മുതലേ നടത്തി വരുന്ന ഒരു പൂജയാണ് കേട്ടോ ഇത്. ഇവിടെ കളം മായ്ക്കുന്ന കുട്ടികൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത്രയും ദിവസം ഇരിക്കുക. ഇപ്പം ഇവൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗോഷ്ഠി എന്താണെന്ന് വെച്ചാൽ അവളെ കാണാൻ രസമില്ല, ഈ ഓഫാക്കുന്ന പറയുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ സൈഡിലേക്ക് നോക്കിയപ്പം പെട്ടെന്ന് അവിടെ ഒരു വരി കണ്ടു. അങ്ങനെ ഞങ്ങളും ആ വരിയിൽ പോയി നിന്നു കേട്ടോ. അപ്പം പുഴുക്കും കഞ്ഞിയായിരുന്നേ. ഞങ്ങൾക്ക് രാവിലത്തെ ഉപ്മാവ് മിസ്സായിപ്പോയി. ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകിപ്പോയി. ഈ സമയത്ത് ആൾ കുറവായതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല ചൂട് കഞ്ഞിയും പുഴുക്കൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, ആൾ കുറവാണ്, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ അത് കഴിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് എഗെയിൻ നമ്മൾ കാവിലേക്ക് പോയതാണ്. ഉച്ച സമയം നോക്കുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എഗെയിൻ നമ്മൾ ചോറിനുള്ള വരിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളാകെ സർപ്രൈസ് ആയിപ്പോയിട്ടോ. കാരണം പുഴുക്ക് കഴിച്ച് കുറച്ച് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ട്. വീട്ടിൽ പോയി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇത്രയും തിരക്ക് കണ്ടു. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. അമ്പലത്തിലും ഫുഡിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഫുഡ് കഴിച്ചേരം നമ്മൾ വീട്ടിൽ പോയി പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പം എഗെയിൻ നമ്മൾ വന്നതാണ് കേട്ടോ കാവിലേക്ക്. അപ്പോഴേക്കും അവർ കളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആ ചിരട്ടയിൽ പല ഡിസൈനായിട്ട് ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ കേട്ടോ. അവിടെ അമ്പലത്തിനുള്ളിൽ ആ കുട്ടികൾ ഇരിക്കുന്നുണ്ടില്ലേ, അത് കണ്ടപ്പോൾ ഞങ്ങളും കളത്തിന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നേ. നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ രാവിലെ കുളിപ്പിക്കാൻ അമ്മ വരും. നല്ല രസമായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ബാലേട്ടൻ. നമ്മൾ കളത്തിനിരിക്കുന്ന സമയത്തും ബാലേട്ടൻ തന്നെയായിരുന്നേ. അങ്ങനെ നമ്മൾ അധികം നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് വേഗം പോയി. അനിയത്തി താലപ്പൊലി എടുക്കുന്നതിനോണ്ട് അവൾക്ക് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തായമ്പക കഴിഞ്ഞിട്ടാണ് താലപ്പൊലീൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുക. അങ്ങനെ തായമ്പകയുടെ സൗണ്ട് കേട്ടപ്പോൾ അനിയത്തിക്ക് ആകെ ടെൻഷനായി. ഇനി എങ്ങാനും താലപ്പൊലിക്കാർ പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ വന്ന് നമ്മൾ എല്ലാം കാണുന്ന രീതിക്കുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. അങ്ങനെ തായമ്പക കഴിഞ്ഞു. പിന്നെ കളത്തിൽ പൂജ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് താലപ്പൊലിയുടെ ഒരുക്കം തുടങ്ങി കേട്ടോ. തേങ്ങയൊക്കെ കഴുകി പൊട്ടിക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇതാണ് കേട്ടോ കളം മായ്ക്കാനുള്ള കുട്ടികൾ. അവരൊക്കെ പുറത്തേക്ക് വിളിച്ചിട്ട് ചന്ദനവും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ ഇതാ താലപ്പൊലി പോവാണ്. ഇനി അവിടുത്തെ കുളത്തിൻ്റെ അടുത്ത് പോയി തിരി തെളിയിച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ദാണ്ട പോണ അവള്, അതാ പോണ അവൾ ഒറ്റയ്ക്കായി ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ അതാ പോണം. അപ്പോൾ ഇനി അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് താലപ്പൊലി പോകാൻ വേണ്ടിയിട്ട്. ഇനി എപ്പോഴാണ് തിരിച്ചു വരാമെന്നറിയില്ല. ഒന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം. ഏകദേശം ഒരു 11:30-12 മണി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം സമയം. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഉറക്കമൊക്കെ ഉറങ്ങി വന്നപ്പോഴത്തേക്കും താലപ്പൊലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചൂട് കൂടും കുറച്ച് പെയ്ത് ഇങ്ങോട്ടതായാലും.
അങ്ങനെ കളമായ്ക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.